നമ്മളിന്ന് വേളി കായലിന് ഇവിടെ മീൻ കിട്ടുമെന്ന് പറഞ്ഞ് കരിമീനും കിട്ടുമെന്ന് പറഞ്ഞ് നമുക്കൊന്ന് ഇവിടെ നിന്ന് നോക്കാം. മീൻ പിടിക്കുന്ന ചേട്ടന്മാരെയൊന്നും കാണാനില്ല. ഇവിടെ അത്രയും പായൽ കയറി കിടക്കും. അവിടെയൊക്കെ വെള്ളത്തിൽ ചെളി ഇതൊക്കെ വെള്ളത്തിൽ പിടിക്കുമ്പോൾ തോന്നും അങ്ങോട്ട് പോകാൻ പറ്റൂല എന്നാണ് അറിഞ്ഞത്. അതാണ് ടൂറിസ്റ്റ് പാർക്ക്, വേളി ടൂറിസ്റ്റ് പാർക്ക്. ഇവിടെ എവിടെയാണ് ഒരെണ്ണ വെള്ളം തൊഴിഞ്ഞ് വരുന്നുണ്ട്. ഇങ്ങോട്ട് പോയി മീനുണ്ടാ? നോ മീനുണ്ടാ? മീന് ഇങ്ങോട്ട് പോയി ഇവിടം വരെ കല്ല് കെട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ നിന്ന് വരുമ്പം, പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് കല്ലുകെട്ട് ഉണ്ടാവും. പക്ഷേ ഇത്രയും ഈ പുല്ല് കയറി കിടക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കെട്ടുണ്ട്. അവിടെയാണ് അവർ നിൽക്കുന്നത്. അവരിങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞത്. വലയൊക്കെ വേറെ ആളും അപ്പുറത്ത് ഒരു വലയിട്ടുകൊണ്ടിരിക്കാനായിട്ട്. പക്ഷെ എല്ലാവരും ഇവിടെ തന്നെ കൊണ്ട് ഒതുക്കണേന്നാണ് പറഞ്ഞത്. പക്ഷെ മുരുക്കുമ്പുഴ ഉള്ളവരോട് ചോദിച്ചപ്പം മുരുക്കുമ്പുഴ ഉള്ളവർ പറയണതെന്ന് വെച്ചാൽ, അവിടുത്തെ കായലിൽ പോയപ്പം അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ മീനാണ് ഏറ്റവും ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറയുന്നത്. പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തെ വെള്ളത്തിൻ്റെ രീതിയിലാണ് ഈ മീനിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വന്നതെന്നാണ് പറഞ്ഞത്. ഇവിടുത്തെ മീൻ വാങ്ങിക്കൊണ്ടൊന്ന് കഴിച്ചു നോക്കാം.
ഓ, ആ വെള്ളത്തിൽ മീൻ വെട്ടുന്നുണ്ട് കേട്ടോ. സംഗതി കംപ്ലീറ്റ് അതിനകത്ത് മുകളിൽ വന്ന് ഓക്സിജൻ എടുക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു ബാക്കി സ്ഥലത്ത് അത്രയും പില്ലല്ലേ, അതുകൊണ്ട് ഈ കുറച്ച് സ്ഥലത്തേ ഉള്ളെന്ന് തോന്നുന്നു ഇവിടെ വെള്ളം. അതുകൊണ്ടാണ് വെള്ളമല്ല, ഈ പാലില്ലാത്ത സ്ഥലം, അതായിരിക്കും മീൻ മുകളിൽ വന്നിട്ട് അടിച്ചിട്ട് പോകുന്നത്. അണ്ണന്മാർ മീനൊക്കെ പിടിച്ചോണ്ട് വരാണ്, 4 അണ്ണന്മാരുണ്ട്. നമ്മളാണ് അതിൻ്റെ ഇടയിൽ പോയാൽ നമ്മൾ കുരുങ്ങി ചാവും. വയലിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കൊണ്ടുവരികയാണ്. ഈ പായലൊന്നും സർക്കാർ മാറ്റൂല അണ്ണാ. പക്ഷേ ഈ കടൽ കയറുമ്പം അത് പായലങ്ങ് പോകൂലേ? അതാണ്. ഇന്നാളിവിടെയൊക്കെ വെള്ളം കയറിയപ്പോൾ ഇവിടെ ഒന്നും കയറിയില്ല അണ്ണാ. അന്ന് വെള്ളം കയറിയില്ലേ ഇടയ്ക്ക് വെച്ചിട്ട്? അപ്പം ഇവിടെ കയറി എടുത്തോണ്ട് പോയില്ലല്ലേ? ഓ, അതാണ്. അപ്പോൾ പൊഴി മുറിഞ്ഞടക്കുമ്പോൾ ഈ കടലിലെ മീൻ ഇങ്ങോട്ട് കയറില്ല അണ്ണാ. അപ്പം നിങ്ങൾ പിടിച്ചിട്ട് എവിടെയാണ് കൊണ്ട് കൊടുക്കണ? എവിടെയാണ് കൊണ്ട് കൊടുക്കണ? ആ, ഇവിടെ തന്നെ പിടിച്ച് മരിയുന്നു. അങ്ങനെ അണ്ണന്മാർ മീനൊക്കെ പിടിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് വലയെന്നൊക്കെ ഇളക്കി ഇടണം. ഇനി പിടിക്കാൻ ഇറങ്ങി പോവില്ല അണ്ണാ? ഒറ്റപ്പടി ഒറ്റ ആ ആ അപ്പോൾ അവിടെ നിന്ന് അവർ ഇറക്കൂലല്ലേ? ഞാൻ മുരിക്കമ്പുഴ പോയപ്പോൾ അവർ പറയണ മുരിക്കമ്പുഴ കായലിലെ മീനാണ് രുചി കൂടുതലെന്ന്. എന്നല്ലേ? ആ, വിലയാണ് അവിടെ. അത് ശരിയാണ് ഏട്ടാ. ഓഹോ, അത് ഞാൻ അവിടെ ഒരു ഞാൻ ചോദിച്ചപ്പോൾ മോനെ ആരാ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു. അത് ആളെ അത് വേറെ അവിടെ തന്നെ അല്ലേ? പൂന്തറ. ആ ആ, ഇത് 4 പേർക്കുള്ള വല്ലതും കിട്ടുമെന്ന്.
അപ്പോൾ ഇത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ജോലിക്കും കൂടെ പോയാലേ നടക്കുള്ളൂ. അത് ശരിയാണ്. ഇവിടെ മീൻ ഇവിടുന്ന് ഇടൂല അണ്ണാ കായലിൽ, അല്ലാതെ ഇവിടെ ഇടയൊന്നുമില്ല, നിൽക്കത്തില്ല. അതിൻ്റെ പാട്ടിന് പോകും, കുഴി മുറിഞ്ഞു പോകും. വെള്ളക്കൊഞ്ച് ആഹാ കിട്ടുന്നത് കായലെന്ന് ജനിച്ച് തന്നെ കടലിലോട്ട് പോകുന്നു. ആഹാ മാലാവും കായലിൽ ജനിച്ച് തന്നെ കടലിലോട്ട് പോണത് അത് വലുതായി. ഓഹോ. വെള്ളിയണക്കത്തെ മീനുണ്ട്, വെള്ളിയണക്ക്, പൂമീനെന്ന് പറയും. പൂമീൻ അത് കായലിൽ ജനിച്ച് തന്നെ കടലിൽ പോകണം. അതൊക്കെ നമ്മളെ കാട്ടി വളരും, ഭയങ്കര മീനാവും. ഒരു വരാലുണ്ട് ഇത്രയുള്ള വേറെ ഒരാൾ അവിടെ അവർ രണ്ടുപേരേ ഉള്ളൂ അല്ലേ? കുറച്ച് മതി. എങ്ങനെ കൊണ്ടുപോയി ഞാൻ സൈക്കിളാണ് എൻ്റെ സൈക്കിൾ മുകളിലിരിക്കുന്നത്. എനിക്ക് കൊണ്ടുപോകണ കണക്ക് ഇതൊക്കെ എന്തൊക്കെയാണ് ഈ മീൻ? തിലോപ്പിയ. ഒരു ഒന്നാണ്ട കരിമീനുണ്ട്. അതിനകത്ത് കരിമീനില്ല അണ്ണാ? അതിനകത്തില്ല, ഇതിനകത്തേ ഉള്ളൂ, ഒന്നാണ്ടേ ഉള്ളൂ. ഞാൻ ഒരു ദിവസമല്ല 2-3 ദിവസം മുമ്പ് ഞാൻ മുരിക്കുമ്പോൾ പോയിട്ട് വീട് 16 കിലോമീറ്റർ ചവിട്ടി നേരെ പടപ്പായിരുന്നു അണ്ണാ ബാക്കി കിടന്നു. എത്ര രൂപ? എനിക്കൊരു 100 രൂപയ്ക്ക് മതി. അപ്പോൾ കരിമീൻ അതിനകത്തൊന്നുമില്ല? 2 കരിമീനുണ്ടോ? ഇതന്നല്ലേ? അണ്ണാ ഇവിടെ ആളൊക്കെ വരണമെങ്കിൽ വാങ്ങിക്കാൻ വരണമെങ്കിൽ വഴി കറക്റ്റ് ആണ്. അതായത് ഇപ്പം നമുക്ക് കരിക്കാത്തിൻ്റെ അതുവഴി കയറുകയാണെങ്കിൽ നേരെ ഞാൻ വന്നത് നേരെ ആക്കളം വഴി, ലുല്ലു വഴി, മറ്റേ സർവീസ് റോഡ് ഇറങ്ങി പാലം കയറി, പാലത്തിൻ്റെ അടിയിൽ കൂടെ കയറി ഇങ്ങനെ വന്നു. ഇത് തന്നെ. പക്ഷെ ആളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അത് വലിയ വെളി ചർച്ച് പടിഞ്ഞാറ് വന്ന് നേരെ തെക്കോട്ടേക്ക് വന്നാൽ മതി. പൊഴിക്കര പോണ വഴി ചോദിച്ചാൽ ആരും പറഞ്ഞു കൊടുക്കും. പൊഴിക്കര പോണ വഴി നേരെ ഇവിടെ വന്നാൽ മതി. ആ പള്ളിയുടെ ഏത് പള്ളിയാണ്? വലിയ വെളി ചർച്ച് എന്ന് പറഞ്ഞാൽ. വലിയ വെളി ചർച്ചിൻ്റെ അവിടെ നിന്ന് നമുക്ക് നേരെ പടിഞ്ഞാറ് വന്നിട്ട് നേരെ തെക്കോട്ടേക്ക് വന്നാൽ മതി. ഇല്ല ഞാൻ ശ്രീകാര്യത്തുനിന്ന്. ഞാൻ അവിടെ പോയി എടുത്ത് വീഡിയോ എടുത്തെന്ന് പറഞ്ഞത്. ഈ കൊച്ചു വഴി കൂടെയാണ് അറ്റം വരെ പോയത്. അങ്ങനെ കായൽ മീൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു മുരുക്കമ്പുഴ ചെന്നപ്പോൾ ഇവിടെ ഇങ്ങനെ മീനൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന ഒരു സ്ഥലം, വില കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു വേളയിൽ. അങ്ങനെ അത് അന്വേഷിച്ച് വന്നതാണ്. ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എന്തായാലും മീനൊക്കെ വാങ്ങി ഇനി നമുക്ക് വീട്ടിലോട്ട് പോവാം. ഞാൻ ഇവിടെ വരണ വഴി ഞാൻ അവരോട് ചോദിച്ചപ്പം നിങ്ങൾ കേട്ട് കാണുമായിരിക്കുമല്ലോ. അപ്പം എന്നാലും ഞാൻ ഒന്നും കൂടെ പറഞ്ഞേക്കാം. അണ്ണൻ്റെ ഇവിടെ വരണ വള്ളക്കാരൻ്റെ അണ്ണൻ്റെ നമ്പരും കൂടെ ഞാനത് കൊടുത്തേക്കാം. അണ്ണൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീൻ വാങ്ങിക്കാൻ പറ്റുമെന്നാണ് അണ്ണൻ പറയണത്. അതുകൊണ്ട് അണ്ണൻ്റെ നമ്പരും കൂടെ ഞാൻ കൊടുത്തേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.